ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ കേട്ടോ. അനിയൻ എക്സാം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നാളും പോവാന്ന് വിചാരിച്ചിട്ടും നീട്ടി വെച്ചത്. സോ ഫൈനലി നമ്മൾ ഇന്ന് നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഗൈസ്, ആട് ഫ്രീ ഇറങ്ങിയിട്ട് കുറച്ച് അധികം നാളായി. ബട്ട് നമുക്ക് പോകാനായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകാൻ പറ്റില്ല. സോ ഇന്ന് നമ്മൾ 3 പേരും കൂടിയാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ടൗണിലേക്ക് ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ ചെന്ന് നേരെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ തിയേറ്ററിലേക്ക്. ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 മണിക്കത്തെ ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. പിന്നെ നടക്കാനായിട്ട് നല്ല വെയിലുണ്ട്, വെയിലിനാണെങ്കിൽ നല്ല ചൂടും. ഗൈസ്, ഇന്നത്തെ മൂവി കാണുന്നതിന് ഒരു ചെറിയ ട്വിസ്റ്റും കൂടി ഉണ്ട്. എന്റെ അമ്മ ഇതുവരെ തിയേറ്ററിൽ വന്ന സിനിമ കണ്ടിട്ടില്ല. ഒരു തവണ കണ്ടിട്ടുണ്ട്. അമ്മയുടെ അച്ഛനെ കല്യാണം കഴിഞ്ഞിട്ട് അച്ഛൻ അമ്മയെ ആദ്യമായിട്ട്, അതായത് 2000 അമ്മയെ മൂവിക്ക് കൊണ്ടുവന്നായിരുന്നു. അത് തെങ്കാശിപ്പട്ടണം. പിന്നെ ഇന്ന് വരെ അമ്മ ഒരു മൂവിക്ക് പോയിട്ടില്ല. സോ ഇന്നാണ് അമ്മ ആദ്യമായിട്ട് നമ്മുടെ കൂടെ മൂവിക്ക് വരുന്നത്. Smoking is injurious to health. Smoking causes cancer. ഞങ്ങൾ മൂവി കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങുവാണ്. നല്ല വിശപ്പുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ മൂവി കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. മൂവിയുടെ എന്റെ ഒരു ഫിനിഷ് ഇല്ല, നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്നാണ് നമുക്ക് ആ എൻഡിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ നിന്റെ അഭിപ്രായം എന്താന്ന് പറ. എന്റെ അഭിപ്രായം എന്ന് പറയുമ്പം നല്ല അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉള്ള നല്ലൊരു സിനിമയാണ് ആടുത്രി. പിന്നെ ഇപ്പൊ ഒരു സെക്കൻഡ് പാർട്ട് ഈ ആട് 3യുടെ ഒരു സെക്കൻഡ് പാർട്ട്, ആട് 3യുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ക്ഷമയും പോയി, സമാധാനം പോയി, ഇനി അടുത്തിന് വരണം. ഞങ്ങൾ ഇന്ന് പോയ തിയേറ്റർ എന്ന് പറയുന്നത് റെയ്ബാൻ തിയേറ്റർ ആണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ മെഡിക്കൽ ജംഗ്ഷനിൽ നിന്ന് വെസ്റ്റ് പോയാൽ മതി. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കഫേ വരുന്നത്. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു നല്ല ഫിനിഷിംഗ് ഇല്ലായിരുന്നു. അടുത്തതിലേക്ക് നമ്മളെ നയിക്കുന്ന ഇനിയും ഒരു പാർട്ടിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു എൻഡിങ് ആയിരുന്നു. നല്ല അടിപൊളി സാൻഡ്വിച്ച് ആണ്. ആൻഡ് ഷേക്കും ഓൾസോ ഗുഡ്. കടയുടെ പേര് വരുന്നത് ദേശി കുപ്പ എന്നാണ്. ഒരു ചെറിയ കടയാണ്, പക്ഷെ ഫുഡ് സർവിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഗൈസ്, നമ്മൾ നേരെ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്, തിരിച്ച് വീട്ടിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, നേരം കുറച്ച് ഇരുട്ടിയിട്ടുണ്ട്. നമ്മള് സിനിമ കണ്ട് ഇറങ്ങിയപ്പോ തന്നെ ഒരു 6 മണി കഴിഞ്ഞായിരുന്നു. അപ്പൊ ദേ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. ജ്യൂസ് കുടിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് വയറ് നിറഞ്ഞു. അതുകൊണ്ട് നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ദീർഘദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. എന്റെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിതാ വീട്ടിൽ എത്തിയിരിക്കുവാണ്. അപ്പൊ നമ്മുടെ ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.